കൂട്ടാർ പോലീസ് മർദ്ദനത്തിൽ വീണ്ടും കമ്പമേട്ട് സിയെ വെള്ളപൂശി റിപ്പോർട്ട്. കൂട്ടം കൂടിയിരുന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായി ബലം പ്രയോഗിച്ചെന്ന് കട്ടപ്പന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ജെയിനസ് രാജു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരും. ജെയിൻ, ഈ സംഭവത്തിൽ ഇപ്പോൾ വെള്ളപൂശിക്കൊണ്ട് വരുന്ന ഒരു റിപ്പോർട്ടാണിത്. കാരണം മർദ്ദനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഉണ്ടായിട്ട് കൂടി അതിനുശേഷം നൽകിയ പരാതികൾ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ല, ഉണ്ടായ ശേഷവും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന തരത്തിലാണോ മേലുദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്? അങ്ങനെയെങ്കിൽ തുടർ നടപടി എന്താണ്? തീർച്ചയായിട്ടും പ്രജീഷ്, ഇപ്പോൾ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡിവൈഎസ്പി സ്വീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ മദ്യപിച്ച് ഇവർ പടക്കം പൊട്ടിച്ചിരുന്നുവെന്നും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ട് അതിന് വഴങ്ങിയില്ല എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത്തരം ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറയാൻ കഴിയില്ല. ഇദ്ദേഹം കുറച്ച് ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്നു. ആ കൂട്ടത്തിലേക്കാണ് മുരളീധരൻ. അതിനിടയിലാണ് കമ്പമേട്ട് വരികയും കൃത്യമായ പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി ഒന്ന് കേട്ട ശേഷം ഡീറ്റെയിൽസിലേക്ക് എത്താം. തീർച്ചയായിട്ടും ഒരു പരാതി നമ്മൾ കൊടുത്തു. അതിൻ്റെ പുറകെ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വരുമ്പം കുറേ നാൾ പരാതി കഴിയുമ്പോൾ എല്ലാ പരാതികളും അങ്ങനെയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മാഞ്ഞ് പോകുന്ന ഒരു രീതിയിലാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. നീതി കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനുവേണ്ടിയാണ് പിന്നീടാണെങ്കിലും തീരുമാനിച്ചതിലേക്ക് പോയത്. നമ്മൾ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് വരെ നമ്മൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഇതായില്ലേ കോടതിയും കൂടെ സമീപിക്കാം. മുഖ്യമന്ത്രിയുണ്ട്, കോടതിയും കൂടെ സമീപിച്ചിട്ട് തീരുമാനമായില്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ നമുക്ക് സമീപിച്ച് കാര്യങ്ങൾ. തീർച്ചയായും ജെയിൻ, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഒരാളുടെ കരണത്തടിച്ച് പൊട്ടിച്ച് പല്ല് കുഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോലീസിന് എന്താണ് അധികാരം? അങ്ങനെ കയ്യുക കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെന്നിരിക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വെള്ള പൂശുന്ന രീതിയിൽ റിപ്പോർട്ട്, അത് ആരെ സംരക്ഷിക്കാനാണ്? കോടതിയിലേക്കടക്കം പോകാനുള്ള സാഹചര്യമുണ്ട്. മറ്റെല്ലാ സംവിധാനങ്ങളെയും സമീപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിൽ ഉണ്ട്. ഇരയായ ആളുടെ തുടർ നടപടികൾ, നീക്കങ്ങൾ. ഇപ്പോൾ മുരളീധരൻ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെയുണ്ട്. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് രീതിയിൽ ബലപ്രയോഗം നടത്തും. അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു മാനദണ്ഡം പാലിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ കരണത്തടിച്ച് വീണതിന് ശേഷം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ആ പിടിച്ചെഴുന്നേൽപ്പിച്ച ആളെ വീണ്ടും വന്ന് ഈ സ്ത്രീ മർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി കായികമായി അക്രമം നടത്തുകയാണ് ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന്, ഷമീർ ഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ ഒരു ഉദ്യോഗത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള തീർച്ചയായും ജെയിൻ